വിജയകുമാറിനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയത് കർണാടകത്തിലെ ആ രാഷ്ട്രീയക്കാരനോ? കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിനു പിന്നിൽ കർണാടകത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവെന്ന സൂചന. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി.കെ. വിജയകുമാർ 65 വയസ്സ്, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ 62 വയസ്സ് എന്നിവർക്ക് പുറമെ മകൻ ഗൗതം കൃഷ്ണകുമാർ 28 വയസ്സ് എന്നിവരെ മൃഗീയമായി കൊലപ്പെടുത്തിയതിനു പിന്നിൽ കർണാടക സ്വദേശിയായ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരൻ ആണെന്ന് സൂചന. വിജയകുമാറിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ഏക്കർ വസ്തുവകകൾ ഉണ്ടെന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. കൊച്ചി ഇൻഫോ പാർക്കിനുള്ളിലും ശതകോടികളുടെ ലാൻഡും ബിൽഡിങ്ങും വിജയകുമാറിന് സ്വന്തം. ബംഗളൂരുവിലും ശതകോടികളുടെ വസ്തുവകകൾ വിജയകുമാറിന് ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആദ്യം വിജയകുമാറിന്റെ മകനെ അവർ തീർത്തു കളഞ്ഞു. മകന്റെ കൊലപാതകം വിജയകുമാറിനുള്ള ആദ്യ വാണിംഗ് ആയിരുന്നു. മകൻ നഷ്ടപ്പെട്ടിട്ടും വിജയകുമാർ അവർ പറഞ്ഞ കാര്യത്തിന് വഴങ്ങിയില്ല. മകനെ കൊന്നതാണ് എന്ന് കാണിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തു. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് അസഫ് അലിയെയാണ് വിജയകുമാർ തന്റെ മകന്റെ കേസ് ഏൽപ്പിച്ചത്. വിജയകുമാറിന്റെ ആവശ്യം പോലെ തന്നെ ഹൈക്കോടതി ഗൗതമിന്റെ മരണം ഒരു കൊലപാതകമാണെന്നും പോലീസ് ആ കേസ് അട്ടിമറിച്ചതാണെന്നും കണ്ടെത്തി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഗൗതമിന്റെ കൊലപാതകം അട്ടിമറിക്കപ്പെട്ടതുപോലെ പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ മറ്റൊരു കേസും ഉണ്ടാവാനിടയില്ല. വിജയകുമാറിന്റെ മകൻ ഗൗതം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ബിസിനസ് നടത്തി വരവെയായിരുന്നു കൊല്ലപ്പെട്ടത്. 2017 ജൂൺ 2-ാം തീയതി വൈകിട്ട് 7:15 കോട്ടയം തിരുവാതുക്കലുള്ള വീട്ടിൽ നിന്നും തന്റെ മാരുതി സുസുക്കി ബ്രസ കാറിൽ കോട്ടയം പുളിമൂട് ജംഗ്ഷനിൽ കട നടത്തുന്ന സുഹൃത്തായ പ്രശോഭിനെ കാണുവാൻ എന്ന് പറഞ്ഞ് പോയ യാത്രയാണ് ഗൗതമിന്റെ അവസാന യാത്രയായത്. അന്ന് വൈകിട്ട് 8:05 അമ്മയ്ക്ക് മകന്റെ ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. താൻ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം വല്ലതും വാങ്ങിക്കൊണ്ടുവരണോ എന്ന് ചോദിച്ച്. എത്തേണ്ട സമയം അതിക്രമിച്ചിട്ടും മകൻ വീട്ടിൽ എത്താത്തതിനെ തുടർന്നാണ് പിതാവ് മകന്റെ സുഹൃത്തായ പ്രശോഭിനെ വിളിച്ചപ്പോൾ 8 മണിയോടുകൂടി തന്നെ ഗൗതം കടയിൽ നിന്നും ഇറങ്ങിയിരുന്നു എന്ന് പറയുണ്ടായി. പക്ഷേ ഗൗതം വീട്ടിൽ തിരിച്ചെത്തിയില്ല. അങ്ങനെയാണ് പിതാവ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുന്നത്. പിതാവിന്റെ പരാതി പ്രകാരമാണ് KP ആക്ട് 57-ാം വകുപ്പ് ഇട്ട് ജൂൺ 3-ന് 892/2017 ക്രൈം നമ്പറായി FIR രജിസ്റ്റർ ചെയ്തത്. തൊട്ടടുത്ത ദിവസം 2017 ജൂൺ 3-ന് കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപം ഗൗതമിനെ ആരോ കൊന്നുകൊണ്ടിട്ട നിലയിൽ കണ്ടെത്തി. പ്രഥമ ദൃഷ്ട്യാ തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കേസായിരുന്നു അത്. റെയിൽവേ ട്രാക്കിന് സമീപമായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് എങ്കിലും ഗൗതമിനെ ട്രെയിൻ തട്ടിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: 2 ഇൻസിസ്ഡ് ഹൊറിസോണ്ടൽ വൂൺസ് ഓൺ ദ ഫ്രണ്ട് നെക്ക്. കഴുത്തിന്റെ മുൻഭാഗത്ത് വെട്ടോ മുറിക്കലോ മൂലമുണ്ടായ 2 തിരശ്ചീന മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. അതിലെല്ലാം ഉപരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ദ കോസ് ഓഫ് ഡെത്ത് ഹാസ് ടു ബി ദ ഇഞ്ചുറീസ് സസ്റ്റൈൻഡ് ടു ദ നെക്ക് ആൻഡ് ചെസ്റ്റ്. കഴുത്തു മുതൽ നെഞ്ചുവരെ നീണ്ട ആഴത്തിലുള്ള മുറിവായിരുന്നത്രേ മരണകാരണം. ഏതൊക്കെ അവയവങ്ങൾ മുറിഞ്ഞുപോയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. കോട്ടയം വെസ്റ്റ് പോലീസ് തന്നെ തയ്യാറാക്കിയ മഹസർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയതിൻ്റെ 240 മീറ്റർ അകലെയായി ഗൗതമിന്റെ മാരുതി സുസുക്കി ബ്രിസ കാർ കിടപ്പുണ്ടായിരുന്നു എന്നാണ്. ആ കാറിന്റെ മുൻസീറ്റിലും പിൻസീറ്റിലും രക്തം തളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു എന്നും പറയുന്നു. കാറിന്റെ പിൻസീറ്റിൽ ഒരു നൈഫ് ബ്ലേഡ് അഥവാ ബോക്സ് കട്ടർ രക്തത്തിൽ കുളിച്ച് കിടപ്പുണ്ടായിരുന്നു എന്ന് മഹസർ റിപ്പോർട്ടിലും വ്യക്തമായി പറയുന്നുണ്ട്. കഴുത്തു മുതൽ നെഞ്ചുവരെ ഞരമ്പുകളും ആന്തരാവയവങ്ങളും അടക്കം മുറിഞ്ഞു പോകുന്ന രീതിയിൽ ഹൊറിസോണ്ടലായി ഉണ്ടാക്കിയ 2 മുറിവുകളാണ് മരണകാരണമെന്ന് വ്യക്തമായി പറയുന്നു. കാറിൽ പിന്നിലേക്ക് പിടിച്ചുവെച്ച് മൂർച്ചയേറിയ നൈഫ് കൊണ്ട് മർമ്മസ്ഥാനം നോക്കി അറുത്തു. മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം കൊണ്ട് റെയിൽവേ ട്രാക്കിന് സമീപം ഇട്ടതെന്ന് വ്യക്തമാണ്. ഒരാൾക്ക് തനിയെ ഇതേപോലെയുള്ള ആഴത്തിലുള്ള മുറിവ് സ്വന്തം കഴുത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. കൊലപാതക ശ്രമത്തിനിടയ്ക്ക് ഇറങ്ങി ഓടുകയാണെങ്കിൽ കൂടി ആ ഓടുന്ന വഴിയിൽ രക്തം കാണണം. അപ്രകാരം രക്തം കണ്ടതായി മഹസർ റിപ്പോർട്ടിൽ എങ്ങും പറയുന്നില്ല. ആത്മഹത്യാശ്രമമാണെങ്കിൽ ഞരമ്പ് മുറിച്ച് ആ കാറിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു സൂയിസൈഡ് അല്ല, ഹോമിസൈഡാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പോലീസിന്റെ കണ്ടെത്തലായിരുന്നു രസകരം. ഗൗതം മൂർച്ചയുള്ള എന്തോ വസ്തു കൊണ്ട് കഴുത്തിൽ ആഴത്തിൽ സ്വയം മുറിവുണ്ടാക്കി
ആത്മഹത്യ ചെയ്തു എന്ന്. ഗൗതമിൻ്റെ മൃതദേഹം കണ്ടെടുത്ത ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ആ സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിന് പോലും ഒരു എഫ്ഐആർ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏത് കാവർക്കിക്കും ഇതൊരു ക്രൂര കൊലപാതകമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഈ കേസ് പോലീസ് എങ്ങനെ അട്ടിമറിച്ചു, എന്തിനട്ടിമറിച്ചു എന്നാണ്. വിജയകുമാറിനെ വരുതിയിലാക്കുവാൻ മകൻ ഗൗതം കൃഷ്ണകുമാറിനെ സാമ്പിൾ ഡോസായി കൊന്നുകളഞ്ഞു. അതോടെ ആ കുടുംബത്തിൻ്റെ അടിത്തറയിളകി. വിജയകുമാറിൻ്റെ ഭാര്യയായ ഡോക്ടർ മീരയുടെ സമനില പോലും താളം തെറ്റി. വിജയകുമാറും വളരെ ഭയപ്പാടോടെയാണ് ജീവിച്ചിരുന്നത്. ഇനി നമുക്ക് കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ സുഹൃത്തും വർഷങ്ങളോളം വിദേശത്ത് ഒന്നിച്ച് ജോലി ചെയ്തവരുമായ ജെയിംസിന്റെ വാക്കുകൾ കേൾക്കാം. വിജയകുമാറിനെയൊക്കെ കൊന്ന ആ കേസ് വളച്ചു കെട്ടിയ പിന്നെ ആസാങ്കാരൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടും. എൻ്റെ വളരെ ക്ലോസ് ഉണ്ടായിരുന്നു ഈ വിജയകുമാറെ. പുള്ളിയുടെ മകൻ മരിച്ച് കഴിഞ്ഞിട്ട് പലതാവശ്യം എന്നെ കാണുമ്പോഴെല്ലാം പുള്ളി ഒരു കാര്യം പറയായിരുന്നു, ഇത് ബാംഗ്ലൂരുള്ള ഒരു ടീമാണ് അവനെ കൊന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അത് ചുടുവിൽ അടിച്ചെടുത്താരുണ്ട്. കർണാടകയിലെ വിജയകുമാറിന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂരിൽ. അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത്. എന്നുവെച്ചാൽ ആ മകന് ഒരു കുഴപ്പമില്ല. പുള്ളി നല്ല ഇമെൻസിലി റിച്ച് ആണ്. ഇൻഫോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ മകൻ അതാ നോക്കിക്കൊണ്ടിരുന്നത്. മകൻ ബിടെക്കാരനാ. ഒരു കുഴപ്പമില്ല. മരിക്കുന്നതിന് അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെളിയിൽ നിന്ന് വല്ല ഫുഡ് വാങ്ങിക്കണമെന്ന് വിളിച്ച് ചോദിച്ചതാ. ആ മനുഷ്യൻ എങ്ങനെ അവിടെ കിടക്കുന്നു? അതല്ല മെയിൻ റോഡിൽ MC റോഡിൽ പിന്നെ വണ്ടി കിടക്കുന്നു. അവിടെ നിന്ന് 240 മീറ്റർ അകലെ ഈ കഴുത്തും മുറിച്ചിട്ട് നടന്നു പോകത്തില്ല. അത് പുള്ളിക്ക് അത് ഭയങ്കര ഡൗട്ടായിട്ട് പുള്ളി അത് അതിന്റെ പുറകെ ഓടി. പിന്നെ ആസിഫിന്റെ പഴയ പ്രോസിക്യൂഷൻ പുള്ളി ആ കേസൊക്കെ നടത്തിയത്. അങ്ങനെ 2 മാസം മുമ്പ് പിന്നെ CBIയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതിന്റെ പ്രത്യാഘാതമായത് ഇവൻ ചെന്ന് ഇത് ഡോറ് തുറന്നതും കൊടുക്കാനും ഒക്കെ അവൻ സഹായിച്ചാണ്. അവന് വല്ല കാര്യമായിട്ട് ക്യാഷ് കൊടുത്താണ്. അല്ലാതെ ഇവൻ പിന്നെ ഒരു ഫോൺ പൊട്ടിച്ചതിന് ജയിലിൽ പിടിച്ചിട്ട് ഞാൻ 2 പേരെ കോടാലിക്ക് വെട്ടിക്കൊല്ലു. അത് മാത്രമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവന് കാശിന് ആവശ്യമുള്ളവനാണ്. ഒരു മോഷണ ടെൻഡൻസി ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചിട്ട് അവിടുന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മോട്ടിച്ചിട്ടുണ്ടാവില്ല. പുള്ളിയുടെ ഭാര്യയുടെ ഡോക്ടർ മീരയുടെ ബോഡിയിൽ ഒരു മിനിമം 50 പവനെങ്കിലും കാണും. പിന്നെ വിജയകുമാറിന്റെ ദേഹത്തും കാണും. പിന്നെ ആ വീട്ടിൽ എവിടെയൊക്കെ പൈസ ഇരിക്കുന്നതെല്ലാം ഇവനറിയാം. അവൻ ഒരു ഗ്രാം സ്വർണം പോലും അവൻ എടുത്തിട്ടില്ല. അവരൊന്നും ഡയറക്റ്റ് ചെയ്യത്തില്ല. അവർ 10 പേര് മറിഞ്ഞായിരിക്കും ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതും പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതും DVR എടുപ്പിച്ചതും എല്ലാം. പക്ഷെ അതൊന്നും തെളിയത്തില്ല. ഇവിടെ തന്നെ SP തന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, ആസാങ്കാരനെ ഞങ്ങൾക്ക് സംശയം. നമുക്കൊരു പട്ടിയെ പോലും കൊല്ലാൻ പറ്റും ഒരു കോടാലി കൊണ്ട്. ഇത് കോടാലി കൊണ്ട് 2 പേര്. അതും എന്റെ പുള്ളി എങ്ങനെ പുള്ളി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഈ 5 അടി പൊക്കമുള്ളവൻ പിന്നെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്ന എങ്ങനെ? അയാൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നത്. എന്നാലും അയാൾ ഫിസിക്കലി ഫിറ്റ് ആണ്. അത് മാത്രമല്ല ഫിസിക്കലി ഫിറ്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത്രയും ഒരു ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മകന്റെ ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംവിധാനം അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെയേറെ വിജിലന്റ് ആയിരിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ത്രെട്ടുള്ള സ്ഥിതിക്ക്. അതല്ലെങ്കിൽ ഇവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ബോധം പോകുവാനുള്ള എന്തെങ്കിലും നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വീട് അതിനകത്തു നിന്ന് തന്നെ ആരുടെയെങ്കിലും സഹായം കിട്ടാതെ ഉണ്ട്. മറ്റേ ഭയങ്കര ഇമ്മൻസ് റിച്ച് അറിയാതിരിക്കും പുള്ളിയാണ്. ഭയങ്കര ഇമ്മൻസ് റിച്ചാണ്. അപ്പം CBI അന്വേഷണം വന്നപ്പോഴത്തേക്ക് പ്രശ്നമായി. അതിക്ക് പേടിയായി. അതിനാണ് വളരെ സ്ട്രേറ്റ്. ഒരുപാട് പൈസ ഉണ്ടാണ്ട്. ബഹ്റൈനിലായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു, അവിടെയൊക്കെ ബിസിനസ് ആയിരുന്നു. അവർക്ക് നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികളാകാനുള്ള സാധ്യതയില്ല. കാരണം എന്ത് ബിസിനസ് ആണെന്നോ ഒന്നുമില്ല. അയാളുടെ ബിസിനസ് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ പിന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണ മണ്ഡപമൊക്കെ. അതാണ് മെയിൻ. പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് പുള്ളിക്ക്. ഇൻഫോ പാർക്കിലൊക്കെ പിന്നെ ബിൽഡിംഗ് ഉണ്ട്. അതൊക്കെ ആ മകൻ നോക്കിക്കൊണ്ടിരുന്നു. മകനൊന്നും മരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇയാളെന്ന് നമുക്ക് അതെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? അതായത് ഇയാൾക്ക് ഇമ്മൻസ്ലി റിച്ചാന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പ്രോപ്പർട്ടികളും ഈ സ്വത്തുക്കളും എല്ലാം എവിടെ അത്രയും ആസ്തികളുണ്ട്. അന്നേരം ഇദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് പാർട്ണർമാരോ ഒക്കെ ആയിക്കൂടെ? കുടുംബാംഗങ്ങളൊന്നുമില്ല, പെങ്ങന്മാരേ ഉള്ളു. അതൊന്നുമില്ല. പുള്ളി എൻ്റെക്കല്ലേ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നേരത്തെ ഞങ്ങൾ റോട്ടറിയിലുണ്ട്. ഞാനിപ്പോ റോട്ടറി പോകുന്നില്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിച്ചെടുത്ത് 2 മണിക്കൂർ സംസാരിക്കും. 2 പ്രാവശ്യം എന്നോട് സംസാരിച്ചത് ഈ മകന്റെ വേണ്ട കാര്യമാണ്. ഇദ്ദേഹം ലോക്കലി അങ്ങനെ ആളുകളുമായിട്ട് ബന്ധമോ ഇടപെടലോ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞു. അല്ല, അങ്ങനൊന്നുമില്ല. ആവശ്യത്തിനാണ്. ആവശ്യമായിട്ട് എല്ലാവരുടെയും തുണക്കായിട്ട് നടക്കുന്നില്ല. ഒരു സ്വയമായിട്ട്. അതുകൊണ്ട് പിന്നെ മകന്റെ മരണം വന്നപ്പോഴത്തേക്ക് ആ വൈഫ് എങ്ങും പോകത്തില്ല. ഈ മകളുടെ കല്യാണം കഴിഞ്ഞ മാസം കൊണ്ടുണ്ടായിരുന്നു. ഇവരുടെ വൈഫ് പോലും കല്യാണത്തിന് പോയിട്ടില്ല. ഇവരുടെ ഓടിച്ചെടുത്ത് വെച്ചായിരുന്നു. അപ്പം ഏതാണ്ട് വിദേശിയാണെന്ന് അറിഞ്ഞത് ഞാൻ.
അല്ല, ഏത് സ്വന്തം അമ്മ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തില്ലേ? അങ്ങനെ പുള്ളിക്കാരി അങ്ങനെ മെന്റലി ഇതായിപ്പോയി. ഒറ്റ മകനെ ഇങ്ങനെ വെട്ടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അത് കഴിഞ്ഞ് പുള്ളിക്കാരി എങ്ങും പോകത്തില്ല. ഈയിടെ പുള്ളി മറ്റേ എന്തോ ഇതുണ്ട്, നോർത്ത് ഇന്ത്യയിലെ വലിയ ഇതാണെന്നുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുമ്പമലയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങ് ഒതുങ്ങി കഴിയായിരുന്നു. പക്ഷെ പുള്ളി ഈ ഹൈക്കോടതിയിൽ പോയിട്ട് സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് CBIയുടെ ഉത്തരവിട്ട്. പക്ഷേ CBIയുടെ ഉത്തരവിട്ട് 2 മാസത്തിനുള്ളിൽ ഒരു എൻക്വയറി തുടങ്ങുന്ന സമയപ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടിക്കൊന്നത്. അതുമല്ല, ഇവനാ വന്നെങ്കിൽ ഇവരുടെ ദേഹത്തുള്ള സ്വർണ്ണം എടുത്തുകൊണ്ട് പോകത്തില്ല. അവനെ കൊണ്ടായിരിക്കും ചെയ്യിച്ചത്. സബ് കൊടുത്ത് ആരെങ്കിലും ഈ ജയിലിൽ കൊണ്ടിരിക്കരുത് ഇവനെ പരിചയപ്പെടുത്തി ഇവനെന്തെങ്കിലും ഓഫറെല്ലാം കൊടുത്ത് അവനായിരിക്കാം. പക്ഷെ പോലീസ് ആദ്യമേ പറയുന്നുണ്ട് വീട്ടിലെ ആസാകാരം ജോലിക്കാരനാണ്. CBI അന്വേഷണം വന്നതിന്റെ റിയാക്ഷനാണിത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അവൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ അവന് ഇദ്ദേഹത്തുള്ള ഒരു പവൻ എടുത്താൽ പോലും 76,000 രൂപയില്ല. അതുമല്ല വീട്ടിൽ എവിടെയൊക്കെയാണ് പൈസ ഇരിക്കുന്നത് ഇതെല്ലാം അവനറിയാം. ടവർ ബോട്ട് മുകളിലത്തെ അത് മാത്രം ഇടാറുള്ളെന്നറിയാം. അതുകൊണ്ട് മുകളിലത്തെ ടവർ ബോട്ട് തുറന്നാണ് കയറിയത്. നെഞ്ചത്ത് കയറിയിരുന്ന് കോടാലോണ്ട് വെട്ടി. ഇവനൊരു 4 അടി പൊക്കമുള്ളവന്, ഇയാൾ രാജാനമാകും. അങ്ങനെ നെഞ്ചത്ത് കയറുന്നത് വെട്ടാൻ പറ്റുന്നത് അത് അതൊക്കെ ഇമ്പോസിബിളാണ്. തടുക്കാൻ ശ്രമിക്കത്തില്ല. ഒരാളെ വെട്ടിക്കൊല്ലുമ്പോഴത്തേക്കും കാർച്ച നിലവിളി വരത്തില്ലേ? അല്ലെങ്കിൽ അത്രയും വട്ടം പിടിക്കണമെന്നുണ്ട് ഒന്നിലധികം ആളുകൾ വേണം. അതെ, 1-2 അധികം ആൾക്കാരുണ്ട്. ഇവൻ തുറന്നു കൊടുത്ത് അകത്ത് കയറ്റി ബാക്കി പണിയൊക്കെ ചെയ്ത് ബാക്കി ആൾക്കാരായിരിക്കും എൻ്റെ ബലമായ വിശ്വാസം. പക്ഷേ ഈ കേസ് ഇങ്ങനെ പോയിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് അവൻ ഇതിനകത്ത് ഇൻവോൾവാ. സംഭവമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ ഇത് ചെയ്യാനുള്ള ചേതവികാരം മറ്റേയാളുടെ കൈയാണ്. പിന്നെ അതൊന്നും വിളി വരുത്തുമില്ല. പിന്നെ അപ്പൊ അതിനെ കൂട്ടിയത് ഈ CBI എൻക്വയറി വന്ന് പ്രശ്നമാണ്ടെന്ന് വെച്ചാൽ തട്ടിക്കളഞ്ഞത്. അല്ലാതെ തന്നെ ഒരു മോഷണ കേസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് വെട്ടിക്കൊല്ലു. ഈ ക്രൂരമായിട്ടല്ലേ വന്നേക്കുന്നത്. കോടതി കൊണ്ട് തല വെട്ടി ഞാൻ കാണാൻ പോലും പോയില്ല. എങ്ങനെ കാണും? ഇവനാണെന്നുണ്ടെങ്കിൽ 100% അവൻ അദ്ദേഹത്തിന് ആവരണം എടുക്കത്തില്ല. തുണി ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അവൻ ആവരണം എടുക്കാൻ എന്താ പോയത്? അപ്പം കൂടെയുള്ളവർ പറയാം നീ പോക്കോ ഇതിന്റെ ആവശ്യം കഴിഞ്ഞ് നീ പോക്കോളം പറഞ്ഞു കാണും. അങ്ങനെ ഒരു പ്രതിയെ പിടിച്ചതോടുകൂടി ജനങ്ങൾക്ക് സമാധാനമായി. മീഡിയകളെല്ലാം ഏതാണ്ടൊന്നടങ്ങി. പോലീസ് സംവിധാനങ്ങളെ ഒന്നടങ്കം പൂട്ടുവാൻ കെൽപ്പുള്ളവൻ അത് ആരായിരിക്കണം? കേന്ദ്ര ഏജൻസികൾ പോലും അദ്ദേഹത്തിനൊന്നുമല്ല. വിശദാംശങ്ങൾ പിന്നാലെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.